മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഉപ്പും മുളകും. പരമ്പര മാത്രമല്ല, പരമ്പരകളിൽ അണിനിരക്കുന്ന താരങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതരാണ്. ബാലുവും നീലുവും കേശുവും തുടങ്ങി പാറുക്കുട്ടി വരെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു. ഒന്നും രണ്ടും സീസണുകളിൽ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിരുന്നു. എങ്കിലും 2 സീസണുകളും TRP റേറ്റിംഗിൽ മുൻപന്തിയിലായിരുന്നു ഉണ്ടായിരുന്നത്. മലയാള ടെലിവിഷനിൽ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റമായിരുന്നു ഉപ്പും മുളകും. മിനി സ്ക്രീനിൽ എത്ര പരമ്പരകൾ വന്നാലും ഇനി വരുന്ന ഒന്നിനും മറികടക്കാൻ കഴിയാത്ത ഒരു സാന്നിധ്യമാണ് ഉപ്പും മുളകും എന്നത് അംഗീകരിക്കാതെ വയ്യ. ഇപ്പോഴിതാ പുതിയ രൂപത്തിൽ, ഭാവത്തിൽ വീണ്ടും 3ാം സീസണുമായി എത്തുകയാണ് സംഘാടകർ. ഇത്തവണ ചില പുതിയ താരങ്ങൾ കൂടി പരമ്പരയിൽ എത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ താരങ്ങളായ നന്ദൂട്ടിയും 2 വയസ്സുകാരൻ ഇസ്ദാനും ആണ് ഇത്തവണത്തെ താരങ്ങൾ. പാറുക്കുട്ടി 1 വയസ്സു മുതൽ അഭിനയ രംഗത്ത് ഉണ്ടായിരുന്നു. 2015 ഡിസംബർ 14 ആണ് ഉപ്പും മുളകും ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. പരമ്പര അവസാനിച്ചപ്പോഴും ഇന്നും ഓരോ എപ്പിസോഡും നിരവധി വട്ടമാണ് യൂട്യൂബിൽ മാത്രം സ്ട്രീം ചെയ്യപ്പെടുന്നത്. സീരിയലിലെ ഓരോ കഥാപാത്രത്തിനും ആയിരക്കണക്കിന് ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത്. അവരില്ലാത്ത എപ്പിസോഡുകൾ എത്തിയാൽ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ അവരെവിടെയെന്ന് ആകുലതയുമായി ആരാധകരെത്തും. എന്തുകൊണ്ടാണ് ഉപ്പും മുളകും മലയാളത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള സിറ്റ്കോം ആയി മാറുന്നത് എന്ന് ചോദിച്ചാൽ കൃത്രിമത്വം തുളുമ്പാത്ത അഭിനയം മാത്രമാണ് അതിനു പിന്നിൽ. നന്ദൂട്ടിയും ഇസ്ദാനും കൂടി എത്തുമ്പോൾ റേറ്റിംഗിൽ ചാനൽ മുൻപന്തിയിൽ എത്തും എന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. അളകനന്ദ എന്നാണ് നന്ദൂട്ടിയുടെ പേര്. ഇസ്ദാനു പ്രായം 2 വയസ്സും. രണ്ടുപേരും സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ്. ഓഡിഷൻ വഴിയാണ് ഇരുവർക്കും സീരിയൽ എൻട്രി ലഭിച്ചത്. ഒരുപാട് താരങ്ങൾ ഒക്കെയായി വലിയൊരു സർപ്രൈസോടെ ഇത്തവണത്തെ 3ാം സീസൺ ആരംഭിക്കുമെന്നാണ് ശ്രീകണ്ഠൻ നായർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ സിനിമ റിലീസാകുമ്പോൾ കാത്തിരിക്കുന്ന ആവേശത്തോടെയാണ് ഉപ്പും മുളകും എന്ന പരിപാടിക്ക് വേണ്ടി പലപ്പോഴും ആരാധകർ കാത്തിരിക്കുന്നത് എന്നും ഇപ്പോൾ ഉപ്പും മുളകും വീണ്ടും എത്തുമ്പോൾ ആ സന്തോഷം ആളുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നും ഒക്കെയാണ് ന്യൂസ് ലൈവിനിടെ ശ്രീകണ്ഠൻ നായർ പറഞ്ഞത്. 2 സീസണുകളിൽ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിരുന്നു. എങ്കിലും 2 സീസണുകളും TRP റേറ്റിംഗിൽ മുൻപന്തിയിലായിരുന്നു ഉണ്ടായിരുന്നത്.